ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് സംരക്ഷണ കവചമൊരുക്കി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് എന്നും വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നുമാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. വളരെ ന്യായമായ കാര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചതും ആ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിൽ വരുത്താത്തതുമൊക്കെ സജി ചെറിയാനടക്കം ഈ സർക്കാർ ചെയ്ത മഹാ അപരാധങ്ങളാണ്. അതേസമയം പ്രഗത്ഭ കലാകാരന്മാർക്കെതിരെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ആക്ഷേപം ചൊരിയുന്നതിൽ കേസെടുക്കാനാകില്ല എന്ന നിലപാട് ഏതായാലും അഭിനന്ദനാർഹവുമാണ്. ഏതൊരാൾക്കും ആരെപ്പറ്റിയും ആക്ഷേപവും അപഖ്യാതിയും പറയാമല്ലോ. എല്ലാറ്റിനും കയറി കേസെടുക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് ഇതൊക്കെ അവസാനിക്കും? സർക്കാർ ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ലെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ അവയെല്ലാം പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞിട്ടുമുണ്ട്. കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ല. എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചേ തീരുമാനത്തിൽ എത്താൻ കഴിയൂ എന്നും മന്ത്രി പ്രതികരിച്ചു. മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേ എന്നും ചോദിച്ചു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ച് കേസെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രിയും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരാതി നൽകിയാൽ ഏതുന്നതനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണ്. ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് അതിനുള്ള മറുപടിയും പറഞ്ഞു. ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. ഇക്കാര്യത്തിൽ പരാതി വന്നാൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ആരോപണത്തിൽ കേസെടുത്താൽ അത് നിലനിൽക്കില്ല എന്നും പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നുമാണ് മന്ത്രിയുടെ നിലപാട്. അത് 100% ശരിയുമാണ്. രഞ്ജിത്തുമായി താൻ സംസാരിച്ചോ എന്ന് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നടി ശ്രീലേഖ. 2009-10 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര ഏഷ്യാനെറ്റ് ന്യൂസിനോട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നത്. മറ്റു പല ചാനലുകളോടും അവർ ഇക്കാര്യം തന്നെ പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണ് എന്നും ശ്രീലേഖ മിത്ര പറഞ്ഞിരുന്നു. സംഭവത്തിൽ പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ്. എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും നടി പറയുകയുണ്ടായി. പാലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടുകയുണ്ടായില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചത് എന്നാണ് ശ്രീലേഖ മിത്രയുടെ വാദം. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.